ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ മെഷീൻ റിവ്യൂ ആണ്. ഇത് സിംഗർ ടാലന്റ് 8280 എന്നാണ് ഈ മെഷീന്റെ പേര്. സോ ഇത് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. പക്ഷെ എനിക്ക് നാട്ടിൽ വന്നാൽ മാത്രമേ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അമ്മയുടെ മെഷീനാണ്. സോ ഞാനിത് ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ ബ്രദറിൻലോന്റെ കല്യാണ സമയത്ത് എനിക്കും എൻ്റെ മോൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആ റെഡ് ഡ്രസ്സൊക്കെ ഭയങ്കര ഇൻട്രിക്കേറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ ഒരു 10-20 ഡ്രസ്സെങ്കിലും ഞാൻ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയും ഇത് അത്യാവശ്യം നന്നായി ഉപയോഗിക്കും. ഇത് ഒരു വർഷമായി മേടിച്ചിട്ട് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രോപ്പർ റിവ്യൂ തരാൻ പാകത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സോറി കൂടി പറയാനുണ്ട് ഇത്രയും നാള് വൈകിച്ചതിന് ഈ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നത്. തുറക്കുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനൊരു പ്രൂഫ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്ത് വെച്ചത്. ഇപ്പോൾ റിവ്യൂ ചെയ്തപ്പോൾ അത് കൂടുതൽ ഹെൽപ്ഫുള്ളായി. എന്നിട്ട് തുറന്നപ്പോൾ അതിന് ശേഷം സിംഗറിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, പിന്നെ തെർമോക്കോളിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു. തുറന്നപ്പോൾ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലതായിട്ടാണ് വന്നത്. സോ ഇങ്ങനെയാണ് മെഷീൻ ഉള്ളത്. സാധാരണ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള മെഷീനാണ്. അത്ര വലിപ്പമില്ല, എന്നാൽ വലിപ്പ കുറവുമില്ല. അത്യാവശ്യം നല്ലൊരു കോമ്പാക്റ്റ് മെഷീനാണ്. അപ്പോൾ ഇത് സിംഗറിൻ്റെ ഫാഷൻ മേക്കർ 8280 എന്നാണ് നമ്പറിൻ്റെ പേര്. ഇവർക്ക് പല നമ്പറുകളിൽ വരുന്നുണ്ട്. ഇതൊരു ബേസിക് മെഷീനാണ് കേട്ടോ. അതായത് ഇതിനെക്കാട്ടിലും മീതെ ഒരുപാട് മെഷീനുകളുണ്ട്. ഈ സിംഗറിൻ്റെ ബേസിക് മെഷീനുകളിൽ വരുന്ന ഒന്നാണിത്. സോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് കടക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഈ ടെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സ്റ്റിച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ഇൻ്റർലോക്കിന് വേണ്ടി ഉപയോഗിക്കാം. ഇതും അതേപോലെ തന്നെ ഇത് പല ടൈപ്സ് ഓഫ് സ്റ്റിച്ചുകളാണ് ഉള്ളത്. ഇത് നമുക്ക് മെഷീനിൽ തന്നെ വെച്ചിട്ട് ബട്ടൺസ് പിടിപ്പിക്കാനും അതേപോലെ ബട്ടൻ്റെ ഹോൾ പിടിപ്പിക്കാനും സാധിക്കും ഇത് വെച്ചിട്ട്. സോ ഇതിൽ ഇത്രയും ഡെക്കറേറ്റീവ് സ്റ്റിച്ചസും അതേപോലെ ബട്ടൺസ് പിടിപ്പിക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മീതേക്കുള്ള മെഷീനിൽ പോകുമ്പോൾ ഇതിൽ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ഒക്കെ കൂടുതൽ കിട്ടും. ഇനി ഞാൻ ഈ മെഷീൻ എവിടെന്നാണ് മേടിച്ചതെന്ന് പറയാം. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 12,000 രൂപയാണ്. 12,000 റുപ്പീസ് ആണെങ്കിൽ ഞങ്ങൾ മേടിച്ച സമയത്ത് ഒരു ഹ്യൂജ് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 8,000 റുപ്പീസിനാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ഒരു വർഷം മുമ്പ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 10,000 റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒന്നും മേടിക്കണമെന്നില്ല. കടയിൽ പോയി ആദ്യം അന്വേഷിക്കൂ. കടയിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ 12,000 രൂപ കൊടുത്ത് മേടിച്ചാലും തെറ്റൊന്നും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ അല്ലേ, നമ്മളിതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൽ നമ്മൾ യാതൊരു വിധത്തിലൊരു റിസ്ക് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ആമസോണിൽ മേടിച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ റിവ്യൂ നോക്കിയപ്പോൾ അതിൽ വലിയ ഡിഫക്റ്റുകളൊന്നും പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനൊക്കെ സാധിക്കും. ഇതിൻ്റെ ഒത്തൻറ്റിസിറ്റിയിൽ എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ റിസ്ക് എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കടയിൽ നിന്ന് മേടിക്കാം. കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 12,000 രൂപയായിരിക്കും. ചിലപ്പോൾ അവർ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമായിരിക്കും തോന്നുന്നു. ഈ 12,000 രൂപ മുടക്കി മേടിച്ചാലും ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് വേണം പറയാനായിട്ട്. നല്ല മെഷീനാണ്. മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാമല്ലോ. ഇത് നമ്മൾ 1-2 വർഷത്തേക്കോ ഒന്നല്ല ഉപയോഗിക്കുന്നത്. എൻ്റെ മെഷീൻ ഞാൻ ആ സമയത്ത് 6 വർഷം മുമ്പ് 12,000 രൂപയ്ക്കാണ് മേടിച്ചത്. അത് സിംഗർ ടാലന്റ് വേറൊരു മെഷീനാണത്. അത് ഞാനിപ്പോൾ 6 വർഷമായി ഉപയോഗിക്കുന്നു. ഇതുവരെയും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇനി ഞാൻ ഈ മെഷീനിൽ എങ്ങനെയാണ് നൂലിടേണ്ടത്, ബാക്കി കാര്യങ്ങൾ ഒക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ മെഷീൻ്റെ കൂടെ വരുന്നതാണ് ഈ പെഡൽ ഉണ്ടാവും. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കിത് ഊരി ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ മെഷീൻ്റെ പെഡലാണിത്. ഇതിലാണ് നമ്മൾ കാല് ചവിട്ടുക. ഓക്കെ, ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇത് ഇങ്ങനൊരു പ്ലഗ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് കുത്തി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വരുന്ന പ്ലഗാണിത്. ഇത് ഇവിടേക്ക് കുത്തണം. നമുക്ക് ഏതെങ്കിലും ഒരു സോക്കറ്റിലേക്ക് കുത്തുക. അത് കഴിഞ്ഞാൽ ഇവിടെ ഓണും ഓഫും ഉണ്ട്. നമ്മളിവിടെ അമർത്തി കഴിഞ്ഞാൽ ഓൺ ആവും. ആൻഡ് ഇവിടെ ഉള്ളത് വൈറ്റ് കളറിലെ ലൈറ്റാണ്. ആദ്യം വരാറുള്ളത് സാധാരണ നമ്മുടെ ബൾബിൻ്റെ ലൈറ്റാണ്. അത് പെട്ടെന്ന് ഫ്യൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് വർഷത്തിൽ ഒരു തവണയെങ്കിലും അത് ഫ്യൂസായി പോവും. പക്ഷെ നമുക്ക് മാറ്റി വെക്കാം. ഈ വൈറ്റ് കളറിലെ ലൈറ്റ് ആയതുകൊണ്ട് കുറേ കൂടി നാളിത് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ പെഡല് താഴെ വെക്കാം. പിന്നെ ബോബിനിൽ എങ്ങനെയാണ് നൂലിടേണ്ടതെന്ന് കാണിക്കാം. ബോബിൻ നമുക്ക് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിലുള്ളതാണ്. അത് തന്നെ വേണം. സ്റ്റീലിൻ്റെ ഉപയോഗിക്കാൻ പാടില്ല. മറ്റേ പഴയ മെഷീൻ്റെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമുക്ക് മാർക്കറ്റിൽ ഈസിലി മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ കൂടെ 1-2 മാത്രം കിട്ടുള്ളൂ നമുക്ക്. പക്ഷെ കുറച്ചധികം വേണ്ടി വരും ഇത് എല്ലാ നൂലുകളും ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് നമുക്ക് ഈസിലി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഈ ബോബിൻ ഇതിലേക്ക് വെക്കുക. ഓക്കെ, പിന്നെ ഈ ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കാണുന്നില്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട് എങ്ങനെയാ വേണ്ടതെന്നുള്ളതൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇതിലേക്ക് 1-2 തവണ ഒന്ന് ഈ ബോബിനിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക. ബോബിനിലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിനെ നീക്കണം. അതായത് ഇപ്പൊ നമുക്ക് ഇതുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്, അതായത് എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിപ്പോ ഉള്ളത്. അപ്പൊ അങ്ങനെ പറ്റില്ല. ബോബിനിൽ ചുറ്റുന്ന സമയത്ത് നമുക്കിതിനെ റൈറ്റിലേക്ക് ആക്കണം. ഓക്കെ, റൈറ്റിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ പെഡൽ ഇങ്ങനെ ചവിട്ടി കൊടുക്കുക. ഞാനിപ്പോൾ പെഡൽ ചവിട്ടുന്നുണ്ട്. ഇതിപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബോബിൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ചുറ്റണ അത്ര നൂല് ആക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ആൻഡ് അതിനുശേഷം നമുക്ക് ഇതിനെ ലെഫ്റ്റിലേക്ക് ആക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ടുള്ള കാര്യം. റൈറ്റിലാണ് ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡല് നീങ്ങില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അപ്പോൾ റൈറ്റിലേക്ക് ആക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബിൻ ചുറ്റണതിന് വേണ്ടി മാത്രമാണ്. ഇനി നൂല് കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ സൈഡിൽ ബ്ലീഡ് ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും സിസേഴ്സ് വേണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നൂല് എങ്ങനെ ഈ നീഡിൽ ആക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഈ നൂലെടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് ഇവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്, 2 എന്നുള്ള നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതാണ് 1. ഈ 2ലേക്ക് 2 കാണാനുണ്ടോ? ഇനി ഇതേ ഈ 2 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, അതിന്റെ അവിടെ നിന്ന് ഇതേ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഈ 3 എന്നുള്ള നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണാനുണ്ടോ? ഈ 3 എന്നുള്ള നമ്പറിലെത്തും. അങ്ങനെയാവുമ്പോ പിന്നെ ഇതേ മേളിലേക്ക് കൊണ്ടുവരാം. മേളിലേക്ക് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഈ സൈഡിൽ ഇങ്ങനെ തിരിക്കണ ഒരു സാധനം ഉണ്ട്. ഇവിടെ തിരിച്ചിട്ടാണ് നമ്മൾ മെഷീൻ, അതായത് നൂല് അഡ്ജസ്റ്റ് ചെയ്യുമൊക്കെ വേണ്ടത്. അതായത് ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഇവിടെ ഒരു കൊളുത്ത് പോലെ ഒരു സംഗതി ഉണ്ട്. ഈ റൈറ്റിൽ ഇങ്ങനെ ഇതേപോലെ തിരിക്കുമ്പോഴാണ് ഈ കൊളുത്ത് പോലത്തെ സംഗതി മേളിലേക്കും താഴേക്കും വരുന്നത്. ഇതിലേക്ക് ഇങ്ങനെ കൊളുത്തി ഈ 5 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരും. അത് കഴിഞ്ഞാൽ ഇതേ കണ്ടോ, ഇവിടെ ഒരു കൊളുത്തുണ്ട്. ഇതേ കണ്ടോ, ഇവിടെ ഒരു കൊളുത്തുണ്ട്. ഇവിടേക്കും കൊണ്ടുവന്നിട്ട് നീഡിലേക്ക് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഒറ്റൊന്നു പോലും മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഈ 1 2 3 എന്ന് എഴുതിയിട്ട് ഇതിൽ ഒന്ന് പോലും മിസ് ചെയ്യാൻ പാടില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ് ചെയ്താൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ നൂലില് ആ പ്രശ്നം അറിയും, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമുക്ക് ബോബിന് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് കാണും. എവിടെയാന്നുള്ളത് കാണണമെങ്കിൽ നമുക്ക് ഈ സാധനം ഇങ്ങനെ ഒന്ന് നീക്കണം. ഓക്കെ, ഇതൊരു ചെറിയ സ്റ്റോറേജ് ബോക്സ് ആണ്. ഈ സ്റ്റോറേജ് ബോക്സിനകത്ത് അവർ തന്നെ തരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ ഇപ്പൊ കാണിക്കാം. ഈ പൗച്ചിൽ തന്നെയാണ് അവർ തരിക. ഇത് അവരുടെ നീഡിലാണ്. ഇതില് ഓരോരോ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ. ഇതൊരു ചെറിയ ബ്രഷാണ്, ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കളയാൻ. ഇത് ബട്ടൺസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബട്ടൺ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ബട്ടൺ കൈകൊണ്ട് തുന്നേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി ഇവിടെ വെക്കുന്ന സാധനമാണ്. ഈ തടസ്സത്തിന് വേണ്ടി വെക്കുന്നില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞ് വേണമെങ്കിൽ വെക്കാം. അത് നമ്മുടെ കംഫർട്ടബിലിറ്റി ആണ്. പിന്നെ ഇത് ഇൻവിസിബിൾ സിബ്ബർ എന്ന് പറയും. ഇൻവിസിബിൾ സിബ്ബർ, അതായത് കൺസീലർ സിബ്ബർ എന്ന് പറയില്ല, നമ്മൾ കാണാണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സിബ്ബർ. അത് വെച്ചിട്ട് തുന്നാനുള്ള ഫൂട്ടറാണിത്. ഈ ഫൂട്ടർ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ വേറെയും ഫൂട്ടറുകളുണ്ട്, അത് നമ്മുടെ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസിനനുസരിച്ചിരിക്കും. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ സൂചി മാറ്റുക. വിളവുണ്ട്, ഇവിടേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിക്കണം. തിരിക്കുമ്പോൾ ലൂസായി കഴിഞ്ഞാൽ കണ്ടോ, ഈ സൂചി ഇൻ കേസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇടുമ്പോഴും അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനാണ് ബാക്ക് സൈഡിൽ. ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരണം. അത് നമുക്ക് ഇടുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ അതങ്ങനെ ഇരുന്നുള്ളൂ. ഇങ്ങനെ വേണം നമുക്ക് സൂചി മാറ്റാൻ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പം ഇത്രയും സാധനങ്ങൾ അവർ നമുക്ക് തരുന്നുണ്ട്. ഇനി എങ്ങനെ ഈ ബോബിൻ നമുക്ക് ഇതിലേക്ക് ഇടാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഇവിടെ വലിക്കുക, എന്നിട്ട് അതിനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഏതെങ്കിലും ബോബിൻ ഉണ്ടെങ്കിൽ അത് മാറ്റുക. എന്നിട്ട് ഇതാ ഈ ബോബിൻ പോലെ ഈ ബോബിൻ ഇതിലേക്ക് വെക്കുക. എന്നിട്ട് നൂലുണ്ടല്ലോ, നൂലിതാ ഇവിടെ ഒരു വിടവുണ്ട്, അതിൽ കൂടെ ആക്കിയിട്ട് വേണം നമ്മൾക്ക് പുറത്തേക്ക് എടുക്കാൻ. അത് നിർബന്ധമാണ്. ഈ വിടവിൽ കൂടെ ആക്കാണ്ട് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരേ പടി അങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് വീഴുന്നത് ശരിയാവില്ല. അപ്പോൾ സ്റ്റിച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നേരത്തെ നൂലിട്ടതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇനി നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ശബ്ദം വേണം. അത് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അകത്തിയിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാലാണ് ഇത് ലോക്ക് ആവുക. കണ്ടോ, അല്ല ജസ്റ്റ് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവില്ല.
അതായത് ഒന്നും കൂടി കാണിക്കാം. ഇതിങ്ങനെ അകത്തി പിടിച്ചിട്ട് ഈ ഒരു സംഗതി ഇങ്ങനെ അകത്തി പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ ലോക്കാവുക. ഇനി നമുക്ക് നൂല് പുറത്തേക്ക് എടുക്കണം. ചിലർ ഒറ്റയടിക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതിങ്ങനെ അടയ്ക്കാട്ടോ നമുക്ക്. അതിനേക്കാളും നല്ലത് നൂലിനെ ഒന്ന് പുറത്തേക്ക് എടുക്കുക. നൂലിനെ എങ്ങനെ പുറത്തേക്ക് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, റൈറ്റ് സൈഡിലൊരു തിരിക്കണ സംഗതി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതേ കണ്ടോ, അടിയിലത്തെ നൂല് മുകളിലേക്ക് വന്നു. ഇങ്ങനെ ആകുമ്പോൾ അതായത് നൂല് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. നമ്മൾ തുണി വെച്ച് നേരിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്തെടുക്കണതാണ് നല്ലത്. ഇനി നമുക്ക് ഈ സ്റ്റോറേജ് ബോക്സ് തിരിച്ചു വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കായിട്ട് ഇരിക്കും. ഓക്കെ, ഇപ്പൊ ഇത് സെറ്റാണ്. ഇനി നമുക്ക് പെഡലിൽ കാല് വെച്ച് അമർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. ബാക്കി എല്ലാം ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വിട്താണ്. വിട്ട് നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് വെക്കാം. ഞാൻ കടയിലത്തെ ആളോട് ചോദിച്ചപ്പോൾ ആള് 3-ന്റെയും 4-ന്റെയും ഇടയ്ക്ക് വെച്ചോളാം പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാന്നറിയില്ല. അത് ഞാൻ കടയിലത്തെ ആളോട് ചോദിച്ചപ്പോൾ 2-ന്റെയും 3-ന്റെയും ഇടയ്ക്ക് വെച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഓരോ ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ഏതാ വേണ്ടച്ചാൽ അത് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റിച്ചാണ് ഇവിടെ വേണ്ടത്, കണ്ടോ. അപ്പൊ ഈ നോർമൽ സ്റ്റിച്ചിന്റെ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ബ്ലൂ കുത്ത് കാണാല്ലേ, അവിടേക്ക് വേണം. ഇനി നമുക്ക് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടോ, ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇവിടെയും അതേപോലെ ഇവിടെയും മാറ്റങ്ങൾ, വിഡ്ത്തിന്റെ അവിടെയും മാറ്റങ്ങൾ വരുത്തണം. ഇനിയുണ്ടല്ലോ നമുക്ക് ഈ ഫൂട്ടർ പൊക്കണം. ഫൂട്ടർ പൊക്കണമെങ്കിൽ എന്താ വേണ്ടത് വെച്ചാൽ ഈ പിന്നിൽ ഒരു വടി പോലെ ഒരു സംഗതി ഉണ്ട്, അത് കാണാണ്ടോ. അതിനെ ജസ്റ്റ് ഒന്ന് മേപ്പട്ടേക്കാം, 1 മിനിറ്റ്. എന്നിട്ട് ഈ ഫൂട്ടറിനെ, ഇതിനെയാണ് നമ്മൾ ഫൂട്ടർ എന്ന് പറയണേ, ഇതിന്റെ കറക്റ്റ് എവിടെ നിന്നാണോ തുന്നൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെയായിട്ട് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുക്കുമ്പോൾ എഗെയിൻ ഈ പിന്നിൽ കാണുന്ന വടിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് താട്ടി കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ പെഡൽ ഉണ്ടല്ലോ, ഈ പെഡലിനെ ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഓക്കെ, ആദ്യം ഈ പെഡൽ അമർത്തുക. പെഡൽ അമർത്തുമ്പോൾ ഫ്രണ്ടിലേക്ക് പോകും. എന്നിട്ട് ഇതിനെ അമർത്തി പിടിക്കുക. അപ്പൊ ഇത് ബാക്കിലേക്ക് പോകും. എന്നിട്ട് അതിനെ വിടുക, ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. എന്താ ബേസിക്കലി നടക്കാന്ന് വെച്ചാൽ നമ്മൾ താഴത്തെ പെഡൽ അമർത്തുമ്പോൾ ഇത് സ്റ്റിച്ച് ഫ്രണ്ടിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഇത് കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ അമർത്തുമ്പോൾ, അതായത് ഇത് നമുക്ക് കെട്ടിടാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനമർത്തുമ്പോൾ സ്റ്റിച്ച് ബാക്കിലേക്ക് പോകും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്റ്റിച്ച് പോകുമ്പോൾ അവിടെ തനിയെ കെട്ട് വീഴും. കെട്ട് വീഴാണ്ട് നമുക്ക് സ്റ്റിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു കാര്യം ഉണ്ടാവില്ല, കാരണം സ്റ്റിച്ച് കംപ്ലീറ്റ്ലി വിട്ടുപോകും. അങ്ങനെ വിട്ടു പോകാണ്ടിരിക്കാനാണ് നമ്മൾ സ്റ്റിച്ച് കെട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് നോർമലി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ തോറും നമ്മുടെ കൈ ബാക്കിലേക്ക് കൊണ്ടുവരണം. അതൊന്ന് ശ്രദ്ധിക്കണം, അല്ല ഇങ്ങനെ പോയാൽ നമ്മുടെ കയ്യിൽ സൂചി കുത്തും. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓൾറെഡി സ്റ്റിച്ച് ചെയ്യണ എല്ലാവർക്കും ഇത് അറിയുണ്ടാവും, പക്ഷെ ബേസിക് ആയിട്ട് ആദ്യമായിട്ട് സ്റ്റിച്ചിങ് തുടങ്ങുന്ന ഒരാളുടെ അടുത്താണ് ഞാനിത് പറയണേ, കൈ സൂക്ഷിക്കണം എന്നുള്ളത്. ലാസ്റ്റ് കണ്ടോ, ഈ അറ്റം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് പിന്നിലേക്ക് കൊണ്ടുപോവാ, പിന്നെ ആദ്യം മുന്നിലേക്ക് കൊണ്ടുവരാം, പിന്നെയും മുന്നിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കെട്ടിടും. നമുക്ക് ബാക്കിലത്തെ ആ സംഗതി ഒന്ന് മേപ്പട്ടേക്ക് ആക്കിയിട്ട് ഇവിടെ ഒന്ന് ഈ സൂചിയുടെ ഭാഗം മുകളിലേക്ക് കൊണ്ടുവരണ്ടേ, അതിനായിട്ട് ഈ സൈഡിലായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൂചി മുകളിലേക്ക് വരും. എന്നിട്ട് ഇതിനെ വലിച്ചെടുക്കുക. ഇവിടെയായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഈ ഡെക്കറേറ്റീവ് സ്റ്റിച്ചിലേക്ക് ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇത് ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്റർലോക്കിന്റെ ഏറ്റവും കുറവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ വെക്കാം. ഇതിപ്പോൾ ഏറ്റവും കുറവ് അതായത് സ്റ്റിച്ചിലായിരിക്കും വരിക. നീങ്ങും തോറും അകലം കൂടും, സ്റ്റിച്ചിന്റെ അകലം കൂടും. അപ്പം ഞാനൊരു മീഡിയം ലെവലിൽ വെക്കാം. ഇനി ഇതേ സ്റ്റിച്ച് ഒന്ന് ഇവിടെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇതിലും കുറവ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷനിൽ നമുക്ക് ഇന്റർലോക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഈ വിത്ത് ഉണ്ടല്ലോ, ഞാനിതിപ്പോൾ 1-ന്റെയും 0-ന്റെയും ഇടയ്ക്ക് വെക്കുകയാണ്. പിന്നെ ഈ ഇവിടത്തെ ഈ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഇതും കൂടി ഒന്ന് കുറയ്ക്കുകയാണ്. ഇനി ഞാൻ ഇന്റർലോക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സാരിയുടെ അറ്റവും അതേപോലെ ഷോളിന്റെ അറ്റം അങ്ങനെയൊക്കെ ഇന്റർലോക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്തൊരു ഡെക്കറേറ്റീവ് സ്റ്റിച്ചിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം.
തരത്തിലെ ഡെക്കറേറ്റീവ് സ്റ്റിച്ചാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിൽ യോക്കിന്റെ അവിടെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ ഉടുപ്പിന്റെ അടിയിലൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ഉണ്ട് ഇതിൽ. വേറൊരു ടൈപ്പ് ഓഫ് ഡെക്കറേറ്റീവ് സ്റ്റിച്ചാണ്. നിങ്ങൾക്ക് കാണാം ഇതൊരു യു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വിഡ്ത്തിന്റെയും ടെൻഷന്റെയും കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേയിലൊക്കെ നമുക്ക് വരുത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതും എഗെയിൻ ഉടുപ്പിലും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫൂട്ടർ എങ്ങനെയാ മാറ്റേണ്ടതെന്ന് കാണിക്കാം. അതിനായിട്ട് ഈ ബാക്കിൽ ഒരു കൊളുത്ത് പോലെയുണ്ട്, കണ്ടോ? ഇത് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്യാം. പുഷ് ചെയ്യുമ്പോൾ കണ്ടോ ഇത് ഇതേപോലെ ഊരി വരും. ഇനി നമുക്ക് ഏത് ഫൂട്ടർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇതെങ്ങനെ ഇടണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ആയിട്ടൊരു കൊളുത്ത് പോലെയാണ് ഉള്ളത്. അതിനെ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ആക്കുക, കണ്ടോ? ഇത് ബാക്കിൽ ഇതേപോലെ പുഷ് ചെയ്തിട്ട് ആക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് അകലും. അങ്ങനെയാകുമ്പോൾ ഇതിനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം അതിനൊന്ന് താഴേക്കാക്കുക. താഴേക്കാക്കുമ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഇനി ഒന്നും കൂടി കാണിക്കാം. ഇതിനെ ഫൂട്ടറിനെ നമുക്ക് എടുക്കണമെങ്കിൽ ജസ്റ്റ് പൊക്കുക, പിന്നെ ഈ കുളത്ത് ഇതേപോലെ ആക്കി കൊടുത്താൽ ഇത് താഴേക്ക് വരും. ഇനി വെക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കുളത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതിനെ പുഷ് ചെയ്തിട്ട് ഈ ബാക്കിലത്തെ സംഗതി പുഷ് ചെയ്തിട്ട് ഇതേപോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതിനെ താത്തുക. അപ്പോൾ ഇത് ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മെഷീൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല മെഷീനാണ്. ഇപ്പോൾ അമ്മ പറയായിരുന്നു 1 വർഷമല്ല 2 വർഷമായി മേടിച്ചിട്ടെന്ന്. ഞാൻ 1 വർഷമാണെന്ന് വിചാരിച്ചു. അപ്പോൾ 2 വർഷമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. 8280 എന്നാണ് പേര്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണം, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇത് ധാരാളമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല അത്യാവശ്യം പുറത്തേക്കൊക്കെ തുന്നി കൊടുക്കുന്ന ആൾക്ക് ഇത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ അത് ഇതിനേക്കാട്ടിലും കോസ്റ്റ്ലി ആണ്. അതിൻ്റെ കുറേ കൂടി ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് ഉണ്ട്, പക്ഷെ അത്രയ്ക്കൊന്നും സാധാരണ ഒരാൾക്ക് യാതൊരു ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്തായാലും ഇത് 8000-ന് കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം 2 വർഷത്തിന് മുന്നേ അല്ല നമ്മൾ 8000 രൂപയ്ക്ക് മേടിച്ചത്. ഇപ്പം എന്തായാലും 8000 രൂപ സംശയമാണ്. അപ്പോൾ എന്നാലും 12000 രൂപ MRP 12000 രൂപയാണ്. 12000 രൂപയ്ക്ക് നല്ലൊരു മെഷീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓൺലൈനായിട്ട് മേടിക്കാൻ സംശയമാണെങ്കിൽ കടയിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കൂ. പിന്നെ മെഷീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒക്കെ പൊടിയൊക്കെ തട്ടി വെക്കുക. കഴിവതും റെഗുലറായിട്ട് യൂസ് ചെയ്യുക. ഇൻ ദ സെൻസ് ലൈക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാണ്ട് വെക്കരുത്. അപ്പോൾ അതിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് 2 മാസമൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഗോവയിലായതുകൊണ്ട് ഈ കടൽക്കാറ്റിൽ ഉപ്പില്ലേ, അത് തട്ടിയിട്ട് ചിലപ്പോൾ പ്രശ്നം വരാറുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ 1-2 തവണയെങ്കിലും ഉപയോഗിച്ച യാതൊരു പ്രശ്നവും വരില്ല. ഇടയ്ക്കൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക. അതായത് സിംഗറിന് തന്നെ ഓയിൽ വരും. അത് നമുക്കിത് ഇവിടെയായിട്ട് ഈ ബോബിൻ്റെ മീതിയായിട്ട് നീഡിലിൻ്റെ താഴെയായിട്ട് നമുക്ക് 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. അത് മാസത്തിൽ 1 തവണ തന്നെ ധാരാളമാണ്. അത്രേ വേണ്ടി വരുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഈ റിവ്യൂ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ മെഷീൻ ഏതാണ്, നിങ്ങൾ ഏതെങ്കിലും മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള മെഷീൻ സിംഗറാണ്. എൻ്റെയും അതേപോലെ അമ്മയുടെ മെഷീനും സിംഗറാണ്. അതുകൊണ്ട് എനിക്ക് വേറെ മെഷീൻസൊക്കെ എങ്ങനെയാണ്, വേറെ കമ്പനിയുടെ മെഷീൻസ് എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ല. ഈ 2 മെഷീൻ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനേക്കാളും മുമ്പ് ഉഷയുടെ പെഡൽ വെച്ച്, അതായത് ചവിട്ടിയിട്ട് തയ്ക്കുന്ന മെഷീനില്ലേ, അതായിരുന്നു. പിന്നെ അതിപ്പോൾ ആരും ഉപയോഗിക്കണില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും മെഷീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതേപോലെ എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.